പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നുകൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവീകമായ ഈ ദുഃഖം എത്ര അധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ദുഃഖിക്കാത്തവരോ കരയാത്തവരോ ആരും ഉണ്ടാകില്ല. ഒരുപക്ഷെ അനുദിനം ദിവസവും പല കാര്യങ്ങളെയും ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് ഈ ദുഃഖത്തിൻ്റെ, ഖേദത്തിൻ്റെ 2 തലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ 2 തരം ദുഃഖങ്ങളും ഖേദങ്ങളും ഉണ്ട് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരു ആത്മീയ രഹസ്യം അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉതകുന്ന ഒരു സന്ദേശമാണ് ഇന്നേ ദിവസം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്കാർക്ക് എഴുതിയ ഈ 2-ാം ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നത്. 2 തരം ദുഃഖങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ദുഃഖത്തിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 തരം പശ്ചാത്താപം. ഒരുപക്ഷെ കുറച്ചുകൂടെ ആത്മീയമായ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന വാക്ക് പശ്ചാത്താപം എന്നായിരിക്കാം. 2 തരം പശ്ചാത്താപമുണ്ട്. ഒന്ന് ലോകത്തിൻ്റേത്, 2 ദൈവത്തിൻ്റേത്. ദൈവഹിത പ്രകാരമുള്ളത്, അല്ലെങ്കിൽ ഗോഡ്ലി സോറോ ആൻഡ് വേൾഡ്ലി സോറോ. ഇവ എന്താണെന്ന് ഒന്ന് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ദുഃഖം ദൈവീകമാണ് എന്നുണ്ടെങ്കിൽ, പശ്ചാത്താപം ദൈവീകമാണ് എന്നുണ്ടെങ്കിൽ അത് രക്ഷാകരമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ വചനം ഒന്ന് ആവർത്തിച്ച് വായിക്കാൻ പോവുകയാണ്. അതിനകത്ത് ഏറ്റവും സുപ്രധാനമായ വചനമെന്ന് പറയുന്നത് 2 കൊരിന്തോസ് 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. അപ്പോൾ നാം ഒരു കാര്യത്തെക്കുറിച്ച് ദുഃഖിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പശ്ചാത്താപത്തിലേക്കും രക്ഷയിലേക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത മാറ്റത്തിലേക്കും നയിക്കുമെന്ന് വളരെ മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുകയാണ്. അതൊരിക്കലും ഒരു കുറ്റബോധമല്ല, അത് പാപബോധമാണ്. കുറ്റബോധവും പാപബോധവും രണ്ടും 2 വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ദൈവഹിതപ്രകാരമുള്ള ദുഃഖം പശ്ചാത്താപത്തിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നതെന്ന് ബൈബിൾ അടിസ്ഥാനത്തിൽ, സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഗോഡ്ലി സോറോ, അത് ജീവിതത്തിൽ എങ്ങനെയാണ് ഒരാളെ പരിവർത്തനം ചെയ്യുക, എങ്ങനെയാണ് ഒരു വ്യക്തിയെ മാറ്റത്തിലേക്ക് നയിക്കുക. സ്നേഹമുള്ളവരെ, ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ദുഃഖം സംഭവിച്ചു, ഒരു വേദന സംഭവിച്ചു, അത് പശ്ചാത്താപമായി അത് അവരുടെ രക്ഷയിലേക്കും മറ്റുള്ളവരുടെ രക്ഷയിലേക്കും ജീവിതത്തിൽ മാറ്റത്തിലേക്കും ജീവിത മാറ്റത്തിലേക്കും നയിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഗോഡ്ലി സോറോയ്ക്ക് ഉണ്ട്. അല്ലെങ്കിൽ മെത്തനോയിയ, സമ്പൂർണമായ ഒരു മാറ്റത്തിലേക്ക് നയിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം
19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സക്കേവൂസിൻ്റെ മാറ്റം. സക്കേവൂസ് നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു പാപിയായിരുന്നു. യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ യേശുവിനെ കാണുക എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പശ്ചാത്താപമോ ദുഃഖമോ അതിനപ്പുറത്തേക്കൊരു ജീവിത മാറ്റമോ സക്കേവൂസിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതുവാനായിട്ട്. എന്നാൽ യേശുവിനെ കണ്ട മാത്രയിൽ, യേശു സക്കേവൂസിനെ കണ്ട മാത്രയിൽ, സക്കേവൂസെ എനിക്ക് നിൻ്റെ ഭവനത്തിലേക്ക് വരണമെന്ന് ഈശോ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സക്കേവൂസിൽ ദുഃഖത്തിൻ്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുകയാണ്. അനുതാപത്തിൻ്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുകയാണ്. പിന്നീട് ഈ സക്കേവൂസ് ചെയ്ത പ്രവൃത്തി നമുക്കറിയാം. ആ വ്യക്തി അന്ന് വരെ ജീവിച്ച ജീവിത ശൈലിയിൽ നിന്നും ഒരു 360 ഡിഗ്രി മാറ്റം, പൂർണ്ണമായ മാറ്റം. പിന്നീട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചിന്തിക്കും, ലോകം എന്ത് ചിന്തിക്കും അതൊന്നും അവൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ അല്ല. അതൊന്നും അവൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരു ചിന്തയായിട്ടോ അവൻ്റെ ജീവിതത്തിൽ അവനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് തടസ്സമായിട്ടോ വരുന്നില്ല. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു പരിപൂർണമായ മാറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു അനുതാപം, ദുഃഖം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനെയാണ് ഗോഡ്ലി സോറോ അല്ലെങ്കിൽ ദൈവീകമായ അനുതാപം, ദൈവീകമായ ദുഃഖം. അതായത് ദൈവം ഒരു വ്യക്തിയെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള മാനസികമായ വ്യഗ്രതയിലൂടെ കടത്തിവിടുന്നു. ഇതൊരു ആത്മീയ സംഘർഷമാണ് സ്നേഹമുള്ളവരെ. നമ്മൾ ആലോചിച്ച് നോക്കിക്കുക, സക്കേവൂസ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവൻ്റെ കുടുംബക്കാരെന്തു പറയുന്നു, സുഹൃത്തുക്കൾ എന്തു പറയുന്നു, അന്ന് വരെ നടന്ന വഴിയല്ല അത്. നമ്മുടെ ജീവിതത്തിലൊക്കെ പലതരം ദുഃഖങ്ങൾ വരുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് മാറ്റത്തിലേക്ക് നയിക്കുന്നില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതെല്ലാം ദൈവീകമായ ദുഃഖങ്ങളല്ല, അതിനകത്ത് ദൈവീക സ്പർശം വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു ചെറിയ ഉദാഹരണം, സമരിയക്കാരി സ്ത്രീ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് 4-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുമല്ലോ. എന്തുമാത്രം സമയമാണ് ഈ സമരിയക്കാരി സ്ത്രീ യേശുവുമായിട്ട് തർക്കിച്ച് നിൽക്കുന്നത്. സുവിശേഷത്തിൽ ഈശോ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഏറ്റവും വലിയ എപ്പിസോഡ്, ഏറ്റവും സുദീർഘമായ സംഭാഷണം എന്ന് പറയുന്നത് യേശുവും സമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ്. എന്നാൽ ആ സംഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യം വളരെ കാർക്കശ്യത്തോടുകൂടി, ഒരുപക്ഷെ ആദ്യം ഒരുപാട് അകലങ്ങളിൽ നിന്ന്, മാനസികമായ അകൽച്ചയിൽ നിന്ന് സംസാരിച്ച സമരിയക്കാരി സ്ത്രീ ആ എപ്പിസോഡിൻ്റെ, ആ സംഭാഷണത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആത്മീയമായി യേശുവുമായിട്ട് ഒരുപാട് അടുക്കുന്നു. അവളുടെ ജീവിതത്തെ സമൂലം മാറ്റുവാനായിട്ട് തയ്യാറാകുന്നു. അവൾ ഒരു സുവിശേഷ പ്രഘോഷകയായിത്തീരുന്നു. വന്ന വഴിയെയല്ല മറ്റൊരു വഴിയെ തിരിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു പോകുന്ന ഈ സമരിയക്കാരി സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം, വളരെ ഒരുപക്ഷെ നമുക്ക് ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ കേട്ട് മറന്ന അല്ലെങ്കിൽ കേട്ട് ശീലിച്ച വ്യക്തികളാണല്ലോ ജ്ഞാനികൾ. ഹെറോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ പോകുമ്പോൾ ഈ രാജാവ് ഈ ജ്ഞാനികളുടെ വരവ് കണ്ട് ഞെട്ടുകയാണ്. രക്ഷകൻ പിറന്നോ എന്ന് ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഈ ജ്ഞാനികൾ വന്നതിൻ വെളിച്ചത്തിൽ ഹെറോദോസ് തൻ്റേതായ ആ ഉപദേശക സമിതിയിലെ അംഗങ്ങളെ വിളിച്ചിട്ട്, പുരോഹിതരെ വിളിച്ച് അന്വേഷിക്കുകയാണ്, രക്ഷകൻ ജനിച്ചുവോ? അവർ പറഞ്ഞു ജനിച്ചു. എവിടെ? ഇന്ന സ്ഥലത്ത്. അപ്പോഴാണ് ഹെറോദോസ് ജ്ഞാനികൾ ഉപദേശിക്കുകയാണല്ലോ, നിങ്ങൾ പോയി ആ യേശു ക്രിസ്തുവിനെ കണ്ട് തിരിച്ചിവിടെ വരണം, എനിക്കും പോയി ആരാധിക്കേണ്ടതിന്. എന്നാൽ ജ്ഞാനികൾക്ക് യേശുവിനെ കണ്ട മാത്രയിൽ, എന്താണ് പറഞ്ഞത്, യേശു ആ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയെ കണ്ട മാത്രയിൽ അവരിലൊരു അനുതാപം, അവരിലൊരു മാറ്റം പറയുകയാണ്. എന്താണ് ആ മാറ്റം എന്ന് പറയുന്നത്? ഞങ്ങൾ ഈ ലോകത്തിൻ്റെ വാക്കല്ല, ഹെറോദോസിൻ്റെ വാക്കല്ല ഞങ്ങൾ കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വാക്കാണ്. ആ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അവർ ഗതിമാറിപ്പോകുന്നു. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില അനുഭവങ്ങൾ നമ്മെ അതുവരെ സഞ്ചരിച്ച വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആയിരിക്കും. ഇതാണ് വളർച്ചയുടെ വഴി എന്ന് പറയുന്നത്. ഇനി പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് എഴുതുന്ന വ്യക്തി പൗലോസ് അപ്പോസ്തലനാണ്. 2 കൊറിന്തോസ്കാർക്ക് എഴുതിയ ഈ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനം എഴുതിയത് പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാം ഒരു പീഡിത സഭയുടെ വക്താവായിരുന്നു.
പീഡിത സഭയുടെ വക്താവായിരുന്നു. അതുകൊണ്ടല്ലേ അപ്പസ്തോല പ്രവർത്തനത്തിൽ 9-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, സാവൂൾ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഏറ്റവും സഭയെ പീഡിപ്പിച്ചതായിട്ടുള്ള ഈ ഒരു വ്യക്തി നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് ആ സ്വരം കേട്ടപ്പോൾ അവൻ്റെ കാഴ്ച മങ്ങുന്നതൊക്കെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പൂർണ്ണമായ ഒരു മാറ്റത്തിലേക്ക് വരികയാണ്. അത് പൗലോസ്ലീഹയുടെ മാറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാവുന്നതിനപ്പുറത്തെ മാറ്റമാണ്. പുതിയ നിയമത്തിൽ അദ്ദേഹം മാറിയതിന് ശേഷം എന്താണ്, അദ്ദേഹം ആരെയാണോ പീഡിപ്പിച്ചത്, നമുക്കറിയാമല്ലോ, ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ സംഘടിതമായ ശ്രമമുണ്ടായപ്പോൾ അതിന് ഒരു നേതൃത്വം നൽകിയ വ്യക്തിയാണ് പൗലോസ്ലീഹ. നേതൃത്വം നൽകിയ വ്യക്തിയാണ് പഴയ പൗലോസ് അല്ലെങ്കിൽ സാവൂൾ എന്ന് പറയുന്ന വ്യക്തി. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ വ്യക്തിയാണ് പിന്നീട് ഈ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നതിലേക്ക്, ശിഷ്യന്മാരുടെ അരികിലേക്ക് പോകുന്നതും. അവർ ശിഷ്യന്മാർ സംശയിക്കുന്നു, ഇവൻ ഞങ്ങളെ പീഡിപ്പിക്കുന്നതോട് കൂടി ഉണ്ടായവരാണല്ലോ എന്ന് പറഞ്ഞ് സംശയിക്കുമ്പോഴും, ഇല്ല, ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടു, അല്ലെങ്കിൽ യേശു എന്നെ സ്പർശിച്ചു, ഞാൻ ഒരു പുതിയ സുവിശേഷം നിങ്ങളോടൊപ്പമായി സുവിശേഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പൂർണ്ണമായ മാറ്റത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുവാൻ, ക്രിസ്തുവിന് വേണ്ടി ശിരസ് അറക്കപ്പെടുന്ന മാറ്റത്തിലേക്ക് ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി മാറുകയാണ്. പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങളിൽ പകുതിയോളം ഏകദേശം എഴുതിയിരിക്കുന്നത് ആരാണ്? പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ്. എന്തൊരു മാറ്റമാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഒരു ഡിവൈൻ സോറോ അല്ലെങ്കിൽ ഗോഡ്ലി സോറോ എന്നൊക്കെ പറയുന്നത്. ദൈവീകമായ ഒരു ദുഃഖം അല്ലെങ്കിൽ ദൈവീകമായ ഒരു സംഘർഷം, ദൈവീകമായ ഒരു സംഘട്ടനം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നത്. ധൂർത്തുപുത്രൻ്റെ ഉപമ യേശു പറയുന്ന ഉപമ, ധൂർത്തുപുത്രൻ അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിച്ചു പോയല്ലോ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിച്ചു പോയി എന്നുണ്ടെങ്കിലും അവസാനം ആ പന്നിക്കൂട്ടിൽ കിടക്കുന്ന സമയത്താണ് അവൻ ഈ സംഘർഷം വരുന്നത്. അവൻ തിരിച്ചു നടക്കുന്നു, അപ്പൻ്റെ അരികിലേക്ക് തിരിച്ചു നടക്കുന്നു, വന്ന കുടുംബത്തിലേക്ക് തിരിച്ചു നടക്കുന്നു, തെറ്റ് തിരുത്തി അതേ ആരുടെ അടുത്താണ് തെറ്റ് ചെയ്തത് ആ വ്യക്തിയുടെ അരികിലേക്ക് ഒരു മാപ്പുമായി അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കുന്ന ഹൃദയവുമായി കടന്നു ചെല്ലുന്നു. ഇവയൊക്കെയാണ് രക്ഷാകരമായ ദുഃഖം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവർ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തെറ്റുപറ്റുക അത് മാനുഷികമാണല്ലോ, എന്നാൽ അത് തിരുത്തി വരാനുള്ള ഒരു ഉൾവിളിയെയാണ് ദൈവീകമായ അനുതാപം, ദൈവീകമായ ദുഃഖം എന്ന് പറയുന്നത്. ഇതിൻ്റെ മറുതലം എന്താണ്? വേൾഡ്ലി സോറോ. നമുക്കെല്ലാവർക്കും ദുഃഖം ഉണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 19-ാം അധ്യായം 22-ാം തിരുവചനം, അതായത് ഒരു ധനികനായ യുവാവ് ഈശോയുടെ അരികിൽ വരുന്നു. വചനം പറയുന്ന പ്രകാരമാണ്, ഈ വചനം കേട്ട് നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള ഈശോയുടെ ആഹ്വാനം കേട്ടപ്പോൾ വചനം പറയുന്ന പ്രകാരമാണ്, ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അവനും സങ്കടം വന്നിട്ടുണ്ട്, ശരിയല്ലേ? അവന് സങ്കടം വന്നിട്ടുണ്ട്. അതായത് ഈശോ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന് സങ്കടം വന്നു, ദുഃഖം വന്നു. പക്ഷേ ആ ദുഃഖം രക്ഷാകരമായ ദുഃഖമല്ലായിരുന്നു. അത് ലൗകികമായ ലോകത്തിൻ്റെതായ വന്ന വഴിയെ തന്നെ മടങ്ങാനുള്ള ദുഃഖമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ നമുക്ക് ഇങ്ങനെ വായിക്കാം. വചനം പറയുന്നത് പ്രകാരമാണ്, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച്, ആ വാക്ക് ശ്രദ്ധിക്കണേ, പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഇവിടെയും പശ്ചാത്താപമുണ്ട്. യൂദാസിലൊരു പശ്ചാത്താപം വന്നു, അല്ലേ? യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു, അവർ കൊല്ലാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ യൂദാസിൽ ദുഃഖം വരുന്നുണ്ട്.
അവൻ ചിലപ്പോൾ പൊട്ടി തകർന്നു കാണാം, കരഞ്ഞിരിക്കാം, അവൻ വിതുമ്പിയിരിക്കാം, അവന് ചിലപ്പോൾ ഉറക്കമില്ലാത്ത ദിവസങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. ഒരു ആത്മീയ സംഘർഷമാണ്. പക്ഷേ എന്നാൽ അവൻ ഈ നാണയങ്ങൾ കൊണ്ട് ഒരു അനുതാപത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അവൻ ആരുടെ കയ്യിൽ നിന്നാണ് നാണയങ്ങൾ വാങ്ങിച്ച് അവരുടെ അടിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും അവരിൽ നിന്നും ഇവൻ ആഗ്രഹിച്ച ഒരു മറുപടിയല്ല ലഭിക്കുന്നത്. എന്നാൽ ഇവൻ്റെ ദുഃഖം അത് രക്ഷയിലേക്ക് നയിച്ചില്ല. എന്തുകൊണ്ടാണ്? അവനെ ഗ്രസിച്ചിരിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ചിലപ്പോഴൊക്കെ ഈ പൈശാചിക ശക്തി നമ്മിൽ ഗ്രസിച്ച് ദുഃഖത്തിൻ്റെ എന്താ പറയുന്നത് അടിത്തട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകും. മനഃശാസ്ത്രത്തിലൊക്കെ അതിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഡിപ്രഷൻ, വിഷാദം എന്നൊക്കെ വിളിക്കും. യൂദാസിനുണ്ടായിരുന്ന അതാണ്, ഒരു വിഷാദമാണ്. വിഷാദം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി തന്നിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതിനെ പറയുന്നതാണ് വിഷാദം. ആത്മീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തൻ്റെ തന്നെ നൊമ്പരങ്ങളിൽ ഒരു വ്യക്തി കുടുങ്ങിക്കിടക്കുന്നു. എനിക്ക് ഇനി രക്ഷയില്ല, എന്നെ രക്ഷപ്പെടുത്തുവാൻ ആരുമില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, ആർക്കും എന്നെ ഇഷ്ടമല്ല, എനിക്കിനി എങ്ങനെ ഈ ഒരു പാപവുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കുറ്റത്തിൻ്റെ ചിന്തയുമായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയില്ല, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു ചിന്തിക്കും? ഈ ചിന്ത നൽകുന്നതാണ് വിഷാദം എന്ന് പറയുന്നത്. ഒരാൾ അവൻ്റെ ചിന്തകളിൽ, അവൻ്റെ നൊമ്പരങ്ങളിൽ, അവൻ്റെ ആലോചനകളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് വിഷാദം. യൂദാസിന് സംഭവിച്ചതാണ്. നമുക്കെല്ലാവർക്കും സംഭവിക്കുന്ന സ്നേഹമുള്ളവരെ, ഒരു തെറ്റ് ചെയ്തു, ഇനി എനിക്ക് ഒരു രക്ഷയുമില്ല, ദൈവത്തിന് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത. യൂദാസ് അതല്ലേ? യൂദാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ദുഃഖഭാരത്താൽ കർത്താവിനെ ഒന്ന് കാണുവാൻ ആ കാൽവരിയിലേക്കൊന്ന് ഓടിയിരുന്നു എന്നുണ്ടെങ്കിൽ, ഈശോ പറഞ്ഞില്ലേ, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് പറയുന്ന ആ ക്ഷമയുടെ വാക്ക് അവൻ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ യൂദാസ് ഒരു പുതുജീവനിലേക്ക് വരുമായിരുന്നു. എന്നാൽ അവനിൽ തന്നെ കുടുങ്ങിക്കിടന്നു. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ ഉന്നതി വരണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധിയുടെ പാതയിലേക്ക് ഒരുവൻ നടക്കണമെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തെന്ന തിരിച്ചറിവ് മാത്രം പോരാ, തിരികെ നടക്കാനുള്ള ചങ്കൂറ്റവും വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും ഈ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവോ ഉന്മേഷമോ ഒരു നവീനതയോ നവീകരണമോ വരികയില്ല എന്ന് വേണം കരുതുവാനായിട്ട്. നമ്മൾ ഈ വിഷയം കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? സ്നേഹമുള്ളവരെ, പിടിക്കപ്പെടുന്നതിന് മുൻപ് കുറ്റം ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് തിരികെ നടക്കുക. ഇതാണ് മാറ്റം. ഒരു ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നതാണ്, ഞാൻ ഇനി അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഇനിയും സാധ്യതകളുണ്ട്. എൻ്റെ അനുതാപത്തിൻ്റെ, എൻ്റെ ജീവിതമാറ്റത്തിൻ്റെ സാധ്യതകൾ ഇതുവരെയും മങ്ങിയിട്ടില്ല എന്ന് ഒരു ദൈവവിശ്വാസി കരുതുന്നു. നിങ്ങൾ ഏത് മഹാപാപം ചെയ്യുന്ന വ്യക്തിയാകട്ടെ, നമ്മൾ ഈ തെറ്റിൽ തന്നെ കിടക്കാതിരിക്കുക. ഫുൾട്ടൻ ജേഷൻ എന്ന് പറയുന്ന ധന്യനായ വ്യക്തി പറയുന്നുണ്ടല്ലോ, ഒരു പന്നിയെ പോലെയാണ്. ഈ പന്നിയെ നമ്മൾ എത്രമാത്രം കുളിപ്പിച്ചാലും ചെളി കൊണ്ടോ അതിനകത്തേക്ക് പോകത്തുള്ളൂ. ഇതും ആത്മീയ ജീവിതത്തിൽ അങ്ങനെയാണ്. ചില കുമ്പസാരങ്ങൾ എന്തുകൊണ്ടും നമ്മളെ നവജീവിതത്തിലേക്ക് നയിക്കുന്നില്ല. കുമ്പസാരത്തിന് ശേഷവും ഈ അതേ പാപത്തിലേക്ക് നമ്മൾ വീണ്ടും ഒരു മനക്ലേശവുമില്ലാതെ പോവുകയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, അവൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടു, ഫ്രാൻസിസ്, നീ എനിക്ക് വേണ്ടി ദേവാലയം നിർമ്മിക്കുക, ഈ തകർന്നു കിടക്കുന്ന ദേവാലയം പുനരുദ്ധരിക്കുക. അവൻ പിന്നെ പുതിയൊരു വ്യക്തിയാണ്. അത്യാവശ്യം പണമുള്ള ധനാഢ്യനായ ഒരു വ്യക്തിയുടെ മകനായ ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന വ്യക്തി, അവൻ തീരുമാനിച്ചു, എനിക്ക് ഈ ലോകം നൽകുന്ന ധനമൊന്നും വേണ്ട. ആഗോള സഭ ലിയോ 14 മാർപ്പാപ്പ ഫ്രാൻസിസ്കൻ ഇയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷമായിട്ട് ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി എങ്ങനെയായിരുന്നു? ഈ വ്യക്തി സത്യത്തിലൊരു ധനികനായ ഒരു യുവാവായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചപ്പോൾ അവന് മനസ്സിലായി, ലോകം നൽകുന്ന ധനത്തേക്കാൾ ദൈവം നൽകുന്ന കൃപയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കി അദ്ദേഹം നടക്കുകയാണ്. ഈ യാത്രയിൽ അദ്ദേഹത്തിന് എന്തുമാത്രം പ്രലോഭനങ്ങളുണ്ടായി. ശാരീരികമായ പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനായിട്ട് ഈ വ്യക്തി റോസാ ചെടികളിൽ മുള്ളുകൾക്ക് ഇടയിൽ കിടന്ന് ഉരുളുന്നുണ്ട്. പിന്നീട് ദൈവം തന്നെ കനിവാർന്ന് മുള്ളുകൾ എടുത്തു മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോഴും ഇറ്റലിയിലെ അസീസിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രാൻസിസിൻ്റെ പൂന്തോട്ടത്തിൽ മുള്ളുകൾ ദൈവം കരുണാർദ്രമായി എടുത്തു കളഞ്ഞ ആ റോസാ ചെടികൾ കാണുവാൻ സാധിക്കും. ഇദ്ദേഹം മഞ്ഞിൽ കിടന്ന് ഉരുളുന്നുണ്ട്. അതായത് ദൈവഹിതപ്രകാരം ജീവിക്കുക
ജീവിക്കാനുള്ള ഈ ഒരു പ്രയത്നം എത്രയോ മനോഹരമാണ് സ്നേഹമുള്ളവരെ. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് നടക്കണമോ, ദൈവത്തിൻ്റെ വഴിയെ നടക്കണമോ, നമ്മൾ ഒരു സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം. ഒരു കഠിനമായ പ്രയത്നം വേണം. അതുകൊണ്ടല്ലേ മിഡീവൽ കാലഘട്ടങ്ങളിലൊക്കെ ഇവർ ശരീരത്തെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. നമ്മൾ ചിലർക്ക് മദ്യപിക്കുമ്പോൾ, ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ദുഃഖം വരുന്നുണ്ട്. അവർ മദ്യപിച്ച് വന്നിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അവർ വന്നിരുന്ന് കരയും, രാത്രി വന്നിട്ട് പറയും നാളെ മുതൽ ഞാൻ നന്നാവും. നമ്മൾ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, മദ്യപാനം മാത്രമല്ല, മോഷണമാവട്ടെ, എന്ത് തെറ്റാവട്ടെ, നാളെ മുതൽ, ഇന്ന് അവസാനമാണ്. എന്നിട്ട് എന്ത് പറ്റുന്നു? നാളെ വീണ്ടും ആരംഭിക്കുന്നു. പുതിയ ദിനത്തിൽ പുതിയ തീരുമാനമല്ല, പഴയത് അന്ന് രാത്രി എടുത്ത തീരുമാനങ്ങളോ, ആ മദ്യപിച്ചപ്പോൾ എടുത്ത തീരുമാനങ്ങളോ, ആ തെറ്റ് ചെയ്തപ്പോൾ എടുത്ത തീരുമാനങ്ങളോ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ ദിവസത്തിൽ പുതിയ തെറ്റുകൾ ചെയ്യുവാനായിട്ട്, അതേ തെറ്റ് ആവർത്തിക്കാനായിട്ട് അവർ ഓടുകയാണ് സ്നേഹമുള്ളവരെ. എന്നിട്ട് അവരെന്ത് പറയുന്നു? ഞാൻ എങ്ങനെയാണ്? ഇപ്പോൾ കോപിക്കുന്നവരൊക്കെ പറയും ഞാൻ എങ്ങനെയാണ്, ദൈവം വേണം എന്നെ രക്ഷിക്കട്ടെ, എനിക്കിങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അതല്ല, ഒരു ഉന്നതി വേണമോ, ഞാൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് കഠിനമായ പ്രയത്നം വേണം എന്ന് ഞാൻ തീരുമാനിക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വളരെ മനോഹരമായ വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. നമ്മുടെ കുമ്പസാരങ്ങൾ തന്നെ നോക്കിക്കേ, ഒരുപാട് പേര് കുമ്പസാരിക്കാൻ വരുന്നത് ചിലപ്പോൾ അവരുടെ മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പുതിയ ജീവിതത്തിലേക്ക് നടക്കാനൊന്നുമല്ല. ശരിയല്ലേ? 2 മാസം ആഴ്ചയിൽ കുമ്പസാരിക്കുന്നതോ 2 മാസം കഴിഞ്ഞൊക്കെ നമ്മൾ കുമ്പസാരിക്കുന്നത് ശരിക്കും യഥാർത്ഥമായ അനുതാപത്തോടു കൂടിയാണോ? നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിന് മുൻപ്, കുമ്പസാരക്കൂടെ അണയുന്നതിന് മുമ്പ് എത്ര പേരുടെ കണ്ണ് നിറയുന്നുണ്ട്? ഞാനടക്കം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഇപ്പം ചെറിയ പാപങ്ങൾ പോലും ചെയ്ത് ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചു, ആ പാപത്തിൽ നിന്ന് ശരിക്കും എനിക്കൊരു വിടുതൽ വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് വയ്ക്കാൻ വളരെ ലളിതമായിട്ട് പറയട്ടെ, നമ്മൾ ഈ പരദൂഷണം നമ്മൾ പറഞ്ഞു കുമ്പസാരിക്കുന്നു. എന്നാൽ അടുത്തൊരു തവണ നമ്മൾ ഈ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ പരദൂഷണം പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ചുറ്റുമുണ്ട്. ഏത് കുമ്പസാരിച്ചാലും നമ്മൾ അതേ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് തിരിച്ചു പോകുന്നത്, അല്ലേ? അതേ ജീവിത സാഹചര്യങ്ങളിലേക്കല്ലേ തിരിച്ചു പോകുന്നത്. നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ എല്ലാവരും അവിടെ തന്നെയുണ്ട്, ഈ സാഹചര്യങ്ങൾ അവിടെ തന്നെയുണ്ട്. എന്നാൽ ആ വ്യക്തിയെ, കുറ്റം പറയുന്നൊരു വ്യക്തിയെ ഞാൻ കാണുമ്പോൾ പറയുന്നില്ല എന്ന് ചുണ്ടിലൊരു കുരിശൊക്കെ വരച്ച് മാറി നിൽക്കുവാനായിട്ട് എത്രമാത്രം വ്യക്തികൾക്ക് സാധിക്കും? വിശുദ്ധിയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നത് പ്രകാരമല്ലേ, ഒരു വ്യക്തി പരദൂഷണം പറയുന്ന വ്യക്തിയാകട്ടെ, തെറ്റ് ചെയ്യുന്ന വ്യക്തിയാകട്ടെ, ആ വ്യക്തി തീരുമാനിക്കണം, ആ വ്യക്തികളുടെ കൂടെ പോയി കഴിഞ്ഞാൽ, ഈ ഇന്ന സുഹൃത്തുക്കളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ അവരിൽ നിന്നൊരു അകലം പാലിക്കുകയാണ്, അങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് നടക്കണം. അല്ലെങ്കിൽ ഒരു ദുഃഖം വരുന്നു, ഒരു സങ്കടം വരുന്നു, ഞാൻ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്നു, ഞാനത് ദൈവത്തിന് ആ ദുഃഖം സമർപ്പിക്കാൻ പോകുന്നു. അങ്ങനെയാണ് പുതിയ വഴിയിലൂടെ നടക്കേണ്ടതെന്ന് ഫ്രാൻസിസ് പാപ്പ ഈ വിശുദ്ധിയെക്കുറിച്ച് പുറത്തിറക്കിയ ഡോക്യുമെൻ്റിൽ അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചിന്തകൾ ഒന്ന് സമാഹരിച്ച് നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം വീണ്ടും നമുക്ക് കേൾക്കാം. 2 കൊരിന്തോസ് 7:10 ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. നമ്മിൽ ഉളവാകുന്ന ദുഃഖങ്ങൾ, ആത്മീയ വേദനകൾ, നൊമ്പരങ്ങൾ, സംഘർഷങ്ങൾ, അത് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ ലോകത്തിലേക്ക് തിരിച്ചുവിടുന്നതാണോ എന്ന് ചിന്തിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ വചനത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് ഒന്ന് കരങ്ങൾ കൂപ്പി മിഴികളടച്ച് എന്നോടൊപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? സ്നേഹമുള്ളവരെ, കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഞങ്ങളുടെ വചനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ, നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഞങ്ങൾ വീണു പോകുന്നു. കർത്താവേ, നീ കരം നീട്ടി ഞങ്ങളെ പിടിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ, നിൻ്റെ വഴിയിലൂടെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള കൃപ നൽകണമേ. വന്നുപോയ പിഴവുകൾ തിരിച്ചറിഞ്ഞ് ഒരു ഗതിമാറ്റം ഞങ്ങളിലും നടക്കട്ടെ. വഴിമാറി നടക്കുവാൻ, നിന്നിലേക്ക് നടക്കുവാനുള്ള കൃപ ഈ വചനം കേട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ,
ഞങ്ങൾക്കായി വചനം കേട്ട ഓരോ മകനും മകൾക്കുമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.